കിരീടം പുൽകാം. കിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയനാട്ടിലേക്കുള്ള യാത്ര, പ്രിയനെ തേടിയൻ യാത്ര, ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ, ഒന്നായി വാഴുവാനാശ. പ്രിയനാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 8-ാം വാക്യം. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറിയുമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹജലത്തെങ്കിൽ നീ പൊരുകയും ചെയ്തവൻ്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവൻ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവേ, അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവൻ്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ യാക്കോബ് ലേവിയെയും ശിമോനെയും കുറിച്ച് പറഞ്ഞത് അവർ ശാപഗ്രസ്തരാണെന്നാണ്, ശാപം വരെ പിന്തുടർന്നിരിക്കുന്നു എന്നാണ്. അവർക്ക് ഉഗ്രകോപവും കഠിന ക്രോധവും ഉണ്ടായി, തന്മൂലം അവർ ശാപഗ്രസ്തരായിപ്പോയി എന്നാണ്. അത്ര കഠോരവും കർക്കശവുമായി യാക്കോബ് ദൈവത്തിന് അരുളപ്പാട് പറഞ്ഞു. എന്നാൽ യാക്കോബിൻ്റെ കാലശേഷം യൗസേപ്പിൻ്റെ കാലം വന്നു. യൗസേപ്പിൻ്റെ കാലം 110 വർഷമാണ്. 110 വർഷം കഴിഞ്ഞു. പിന്നീട് 430 വർഷം കഴിഞ്ഞു. മോശ ജനിച്ചു. അങ്ങനെ ഏതാണ്ട് 530 വർഷങ്ങൾക്ക് ശേഷം മോശയുടെ കാലം ആദ്യത്തെ 80 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം പിന്നത്തെ 40 വർഷം മോശ ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചുകൊണ്ട് സീനായി മലയുടെ മുൾപ്പടർപ്പിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം മോശ ദൈവജനത്തെ നയിച്ചുകൊണ്ട് സീനായി മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. 120 വയസ്സായി. അങ്ങനെ ഏതാണ്ട് 680 വർഷങ്ങൾക്ക് ശേഷം മോശ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ മോശ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ ലേവിയെക്കുറിച്ച് പറയുകയാണ്. ഏതാണ്ട് 700ഓളം വർഷം മുൻപ് യാക്കോബ് ശിമോനെയും ലേവിയെയും കുറിച്ച് അവർ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ മോശ പറയുന്നു ലേവി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
അതാണ് പറയുന്നത്, യഹോവേ അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവൻ്റെ ശത്രുക്കളെ തകർത്ത് കളയണമേ. ലേവിയെക്കുറിച്ച് പറയുകയാണ്. തന്നെയല്ല, ഈ ലേവി അവൻ നിൻ്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗഹോമവും അർപ്പിക്കും. അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യട്ടെ. അവൻ യാക്കോബിന് നിൻ്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. അവൻ ദൈവത്തിൻ്റെ വചനം പറയുന്നവനായി തീരട്ടെ. പ്രവചന ശുശ്രൂഷ ചെയ്യട്ടെ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യട്ടെ. അവൻ്റെ ധനം അനുഗ്രഹിക്കപ്പെടട്ടെ, അവൻ്റെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കട്ടെ. തന്നെയുമല്ല, അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ തെളിവായുള്ള തുമ്മിയും ഊറിയും അവൻ്റെ കയ്യിലിരിക്കുന്നു. അധികാരത്തോടെ, ആത്മീയമായ അധികാരത്തോടെ അവൻ ഭരിക്കുന്നു. അങ്ങ് ലേവി വളർന്ന് ഉയരട്ടെ. ശാപം അനുഗ്രഹമാക്കി മാറ്റി. ലേവിയുടെ ജീവിതത്തിലെ ശാപം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനുഗ്രഹമായി തീർന്നു. എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം? ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ശാപം അനുഗ്രഹമായി മാറി? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ശാപം നേരിട്ട ലേവി ആവർത്തന പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. മാത്രമല്ല, അനുഗ്രഹം നിറപടിയായി അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കും ഇത് അനുഭവിക്കാം. പലതരത്തിലുള്ളതായ ശാപങ്ങൾ വന്നുപോയി, അരുതായികൾ പലതും സംഭവിച്ചു പോയി, ശാപകരമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. അശുദ്ധിയും അഹങ്കാരവും സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും കൊള്ളരുതായ്മകളും വെറിക്കൂത്തുകളും ജീവിതത്തെ നാശത്തിലേക്ക് നയിച്ചുപോയി. പല പല തിന്മകൾക്ക് നാം വശമതരായിപ്പോയി. ഒരിക്കലും സംഭവിക്കരുതാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. സ്നേഹിതരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. എന്നാൽ വന്നുപോയ ശാപങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർക്കുവാൻ ജീവനുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണ്? അതിവിടെ കാണുന്നു. നമുക്ക് വായിക്കാം. 9 വാക്യത്തിൻ്റെ അവസാനം, നിൻ്റെ വചനം അവർ പ്രമാണിച്ചു, നിൻ്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. വചനം പ്രമാണിച്ചു, ദൈവത്തിൻ്റെ നിയമം കാത്തുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുക. ഇതുവരെയും വചനത്തെ മാനിച്ചില്ല, ഇതുവരെയും വചനത്തെ ആദരിച്ചില്ല, ഇതുവരെയും വചനം അനുസരിച്ചില്ല, ഇതുവരെയും വചനം പ്രമാണിച്ചില്ല, ദൈവവചനത്തെ ദൈവത്തിൻ്റെ വചനമായി തന്നെ കൈക്കൊണ്ടില്ല. എന്നാൽ ജീവനുള്ള ദൈവം പറയുന്നു, ഇതുവരെയും അങ്ങനെ ആയിരുന്നു, എന്നാൽ അതെല്ലാം മാറ്റി തരാമെന്നാണ് പറയുന്നത്. അതെല്ലാം മാറ്റി നിങ്ങൾക്കൊരു പുതിയ കാലം തരാമെന്നാണ് പറയുന്നത്. ലേവിയെക്കുറിച്ച് പറയുകയാണ്. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിൻ്റെ തുമ്മിയും ഊറിയും നിൻ ഭക്തൻ്റെ പക്കലിരിക്കുന്നു. ഭക്തനായ ലേവിയുടെ പക്കൽ ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാര ചിഹ്നങ്ങളിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അധികാരം കൈയാളുന്നു. ഭക്തിയുടെ അനുഗ്രഹത്തിൻ്റെ പടവുകൾ കയറി ഉയർന്ന തലത്തിൽ ലേവി നിൽക്കുന്നു. എന്തൊരത്ഭുതം! ഒരിക്കൽ ശാപം വാങ്ങിയവൻ, അപ്പൻ്റെ ശാപം വാങ്ങിയവൻ, അപ്പൻ വേദനിച്ച് പൊളഞ്ഞ് ഈ ലേവിയെക്കുറിച്ച് നിൻ്റെ ഉഗ്രകോപം ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ആ ശാപവാക്കുകൾ ഏറ്റുവാങ്ങിയവൻ ഇപ്പോൾ കേൾക്കുന്നു. ദൈവപുരുഷനായ മോശയുടെ നാവിൽ കൂടി ദൈവത്തിൻ്റെ അരുളപ്പാട് ഇപ്പോൾ കേൾക്കുന്നു. ഒരിക്കൽ അപ്പൻ്റെ നാവിൽ കൂടി കിട്ടിയ അരുളപ്പാട്, നിനക്ക് ശാപമുണ്ട് എന്നാണ്. ഉഗ്രകോപവും നിൻ്റെ കഠിന ക്രോധവും മൂലം ശാപം നിനക്ക് വന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്നു, ദൈവപുരുഷനായ മോശയുടെ നാവിൽ കൂടി അതേ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന്, അനുഗ്രഹത്തിന് സമൃദ്ധിയിലാക്കുന്നു എന്ന്, നീ എൻ്റെ വചനം പ്രമാണിച്ചു എന്ന്, നീ എൻ്റെ വചനം അനുസരിച്ചു എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന്. നിൻ്റെ ശാപം മാറിയെന്ന് മാത്രമല്ല, അനുഗ്രഹം മേൽക്കുമേൽ നിനക്ക് വർദ്ധിപ്പിച്ച് തന്നിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങൾ മാറ്റിമറിച്ച് തരുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കേടുകൾ മാറ്റുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ പോരായ്മകളെല്ലാം മാറ്റി സമാധാനത്തിന് നല്ല കാലങ്ങൾ തരുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് അടുത്തു വരൂ. നിങ്ങൾ ഓരോരുത്തരും ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് പറയൂ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ശാപകരമായ പലതും സംഭവിച്ചു പോയി, അരുതായികൾ പലതും സംഭവിച്ചു പോയി. ചിലതെല്ലാം അറിയാതെയാണ്, ചിലത് അറിഞ്ഞുകൊണ്ടുമാണ്. ചിലതെല്ലാം അറിയാതെ സംഭവിച്ചു പോയി. കർത്താവെ, അറിവില്ലായ്മ കൊണ്ട് വന്നുപോയി. എൻ്റെ കർത്താവെ, എന്നാൽ അറിഞ്ഞുകൊണ്ട് പോലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. തെറ്റ് എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ തെറ്റുകൾ സംഭവിച്ചു പോയി. എൻ്റെ നാഥ, എനിക്കിനി പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ല, അതിന് പോകാൻ വഴിയില്ല, അതിനൊരു വഴിയില്ല, അതിന് മാർഗമില്ല. കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ വരുന്നു. നിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാനിതാ വരുന്നു. നിൻ്റെ നിസ്തുല സ്നേഹത്തിൻ്റെ ത്യാഗവേദിയിലേക്ക്, കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. എന്നെ തന്നെ ഞാൻ സാഷ്ടാംഗം സമർപ്പിക്കുന്നു. എന്നെ തന്നെ തിരുമുൻപാകെ ഞാൻ അടിയറ വയ്ക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ തിരുമുൻപാകെ താഴ്ത്തി വയ്ക്കുന്നു. എൻ്റെ ആയുസ്സിന് മുൻപാകെ വയ്ക്കുന്നു.
എൻ്റെ കർത്താവേ, എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം മാറ്റുവാനാണല്ലോ നീ കുരിശിൽ മരിച്ചത്. എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം നീക്കുവാനാണല്ലോ നീ കുരിശിൽ ശപിക്കപ്പെട്ടവനെ പോലെ കിടന്നത്. അനുഗ്രഹിക്കുന്നവൻ ശാപഗ്രസ്തനെ പോലെ കുരിശിന്മേൽ കിടന്നു. പാപം തീണ്ടാത്തവൻ പാപിയെപ്പോലെ കുരിശിന്മേൽ കിടന്നു. എൻ്റെ കർത്താവേ, പാപത്തിൻ്റെ കണി ഏശാത്തവൻ ഒരു പാപിയെപ്പോലെ കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞു. കർത്താവേ, അതിന് കാരണം ഞാനാണ്. എൻ്റെ പാപം നീ ഏറ്റെടുത്തതുകൊണ്ട്, എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം നീയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ വില നീയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം നീയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നീയാണ്. നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പൂജ്യമാണ്. എനിക്ക് മനസ്സിലായി കർത്താവേ. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ എളിമയോടെ കുരിശിൻ ചൂട്ടിലേക്ക് വരികയാണ്, നിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് വരികയാണ്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട പാദപീഠത്തിങ്കൽ എന്നെ ഞാൻ അടിയറ വയ്ക്കുകയാണ്. കർത്താവേ, എനിക്ക് ഇനി സ്വന്തം ഒരു ഭാവിയില്ല, സ്വന്തം ഒരു ജീവിതമില്ല, സ്വന്തം ഒരു ആയുസ്സില്ല, എനിക്ക് സ്വന്തമായി പരിപാടിയില്ല, സ്വന്തമായൊരു പ്ലാനില്ല. എൻ്റെ കർത്താവേ, സ്വന്തമായി ആശകളില്ല, സ്വന്തമായി ആഗ്രഹങ്ങളില്ല. എല്ലാം ഇതാ ഞാൻ നിനക്ക് കൈമാറിയിരിക്കുന്നു. ഇനി നിൻ്റെ ഇഷ്ടം പോലെ നീ എന്നെ നടത്തിക്കൊള്ളുക. യേശുവേ, നിൻ്റെ ഹിതപ്രകാരം നടത്തിക്കൊള്ളുക. കർത്താവേ, ഞാൻ എന്താകണമോ എവിടെയാകണമോ അത് നിൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല. കർത്താവേ, അങ്ങനെ നീ എന്നിൽ പ്രസാദിക്കുമാറൊരു പുതിയ ജീവിതം നയിപ്പാൻ ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്ന സമയമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക ഇത് താൻ. ഇത് നമസ്കാരത്തിന് സമയം, ഇത് തന്നെ കരുണാ സമയം. നമസ്കാരത്തിന് സമയമാണ്, യാചിക്കേണ്ടുന്ന സമയമാണ്, മോചിക്കുന്ന നാഴികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുക. കർത്താവേ, എന്നെ നീ ഒന്ന് സന്ദർശിക്കണമേ, എൻ്റെ അരികിലേക്ക് നീ വരണമേ. അന്ന് ലേവിയുടെ മേലുള്ള ശാപം മാറ്റി ലേവിയെ അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠപാത്രമാക്കി മാറ്റിയതുപോലെ എൻ്റെ ജീവിതത്തിലെ ശാപങ്ങളെല്ലാം മാറ്റിക്കളയണമേ. എൻ്റെ മേൽ വന്ന പാപത്തിൻ്റെ കെടുതികളെല്ലാം നീക്കിക്കളയണമേ. പാപത്തിൻ്റെ ദൂഷിത ഫലങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനം തരണമേ. പാപം എന്നെ ഗ്രസിച്ചിരിക്കുന്നു, പാപം എന്നെ വിഴുങ്ങിയിരിക്കുന്നു. പാപത്തിൻ്റെ അധിപതിയായ പിശാച് എന്നെ കുടുക്കിയിരിക്കുന്നു, അവൻ എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു. സാത്താൻ എന്നെ ഞെരിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ ചങ്ങലിൽ എന്നെ കുടുക്കിയിട്ടിരിക്കുന്നു. സാത്താൻ്റെ ചങ്ങലിൽ കുടുക്കി നരകാഗ്നിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു, നരക തീയിലേക്ക് പിശാചിനെ വലിച്ചു കൊണ്ടുപോകുന്നു. ദുരാത്മാക്കൾ എന്നെ പാപത്തിൻ്റെ ഭീകരതയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. എൻ്റെ നാഥ, എന്നെ വിടുവിക്കുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ പാപം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി എനിക്ക് മോചനം തരാൻ യേശുവേ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നീ മാത്രമാണ് കുരിശിൽ മരിച്ചത്, നീ മാത്രമാണ് പാപിയുടെ പാപം ഏറ്റെടുത്ത് കുരിശിന്മേൽ മരിച്ചത്, നീ മാത്രമാണ് എൻ്റെ പാപം വഹിച്ച് കുരിശിന്മേൽ മരിച്ചത്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇതിൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ലേവി അവൻ അനുഗ്രഹപാത്രമായി തീർന്നു. എന്താണ് പറഞ്ഞത്? അവൻ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചു, അവൻ നിൻ്റെ വചനം അവർ പ്രമാണിച്ചു, നിൻ്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. ലേവി കിട്ടിയ ഗുണം അതാണ്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചു, ദൈവത്തിൻ്റെ വചനം കാത്തുകൊണ്ടു. അത് മാത്രമല്ല, എന്താണ് കാണുന്നത്? അവർ യാക്കോബിന് നിൻ്റെ വിധികളും ഇസ്രായേൽ ന്യായപ്രമാണം ഉപദേശിക്കും. ഇനി ഇത്രയും കാലം എത്ര ഉപദേശം കേട്ടിട്ടും മനസ്സിരിയാത്ത നീ ഉപദേശിക്കുന്നതിനായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്ര ഉപദേശം കേട്ടവനാണ് നീ, എത്ര പ്രവചനങ്ങൾ കേട്ടതാണ് നീ, എന്തെല്ലാം മുന്നറിയിപ്പുകൾ കിട്ടിയതാണ് നിനക്ക്. പക്ഷേ അന്നൊന്നും നീ തിരിഞ്ഞില്ല. എന്നാൽ കർത്താവ് നിനക്ക് വാക്ക് തരികയാണ്, നിന്നെ ഞാൻ ഉപയോഗിക്കാമെന്ന്, നിൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചു തരാമെന്ന്, നിന്നെ ഞാൻ ഉപയോഗിച്ച് എൻ്റെ വചനം പ്രഖ്യാപിക്കുവാൻ നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ എടുക്കാമെന്ന്, നിന്നിൽ നിന്നുകൊണ്ട് ഞാൻ ജനത്തോട് സംസാരിക്കാമെന്ന്. അതാണ് പറയുന്നത്. അവർ യാക്കോബിന് നിൻ്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. ദൈവത്തിന് സ്തോത്രം. ഉപദേശിക്കുന്നതിനായി തീരും. നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു നല്ല കാലമുണ്ട്. തീർന്നു എന്ന് നീ വിചാരിക്കരുത്, നിൻ്റെ ജീവിതം അസ്തമിച്ചു എന്ന് വിചാരിക്കരുത്, എല്ലാം കെട്ടുപോയല്ലോ എന്ന് വിചാരിക്കരുത്, എനിക്കിനി നല്ല കാലമില്ല എന്ന് വിചാരിക്കരുത്, എൻ്റെ കാര്യം തീർന്നു പോയല്ലോ എന്ന് നിനക്ക് തോന്നരുത്. ദൈവവേദിയിലെ നീ വിശ്വസിക്കൂ, നിനക്കിനി ഒരു നല്ല കാലമുണ്ട്, നിനക്കൊരു നല്ല ഭാവിയുണ്ട്, ഒരു നല്ല കാലമുണ്ട്. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ഭാവി, യേശുക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്ന ഒരു ഭാവി, യേശുക്രിസ്തുവിനെ സ്നേഹം പ്രഘോഷിക്കുന്ന ഒരു ഭാവി നിനക്ക് ദൈവം വെച്ചിരിക്കുകയാണ്. ആ നല്ല നാളേക്ക് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക, അത് നീ ഏറ്റെടുത്തുകൊള്ളുക. യേശുവിൻ്റെ വചനം സാക്ഷിക്കുന്നതിനായി നീ മാറുക, യേശുവിനെ ഉയർത്തുന്നതിനായി നീ മാറുക. യേശുവിനെ സാക്ഷിച്ചുകൊണ്ട്, യേശുവിൻ്റെ തിരുവചനങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഓടി നടക്കുന്നതിനായി നീ മാറുക. നിന്നിൽ നിന്നുകൊണ്ട് യേശുവിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ യാക്കോബിന് അതിൻ്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. മാത്രമല്ല, അവർ നിൻ്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗഹോമം ഉറപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.
നീ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് വേണ്ടി ഇടനില നിൽക്കും, അനേകർക്ക് വേണ്ടി ധൂപമർപ്പിക്കും, അനേകർക്ക് വേണ്ടി നീ ധൂപമർപ്പിച്ചുകൊണ്ട് ഇടനില നിൽക്കും, മധ്യസ്ഥ വഹിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ഈ കേൾക്കുന്നത്? ശാപഗ്രസ്തനായവനെ പിടിച്ച് ഉയർത്തുകയാണ്, അവൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. കൊടുത്തിട്ടും കർത്താവിന് മതിയാകുന്നില്ല, കൊടുത്തിട്ടും കർത്താവിന് തൃപ്തിയാകുന്നില്ല. ഇനിയും കൊടുക്കാൻ എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം നിങ്ങളെ വലയം ചെയ്തെങ്കിലും, പാപത്തിൻ്റെ ദൂഷിത വലയത്തിൽപ്പെട്ട് നിങ്ങൾ ഞെരിഞ്ഞ് അമർന്നെങ്കിലും, നിങ്ങളെ തൻ്റെ കരങ്ങളെടുത്ത് വലിയ വേല ഏൽപ്പിക്കാൻ പോവുകയാണ്, വലിയ ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോവുകയാണ്. അനേകരെ വീണ്ടെടുക്കുന്ന വേല, അനേകർക്ക് വേണ്ടി ഇടനില നിൽക്കുന്ന വേല, അനേകരെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്ന വേല, അനേകരെ നാശകൂപത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന വേല, അനേകരെ നാശത്തിൻ്റെ ഭീകരമായ പടുകുഴിയിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന വേല നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് വൻ കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിട്ടുകൊടുക്കൂ മകനെ, മകളെ, വിട്ടുകൊടുക്കൂ. അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ കൊടുക്കൂ. അവനോട് പറയൂ, കർത്താവേ, ശാപഗ്രസ്തമായ ഈ ജീവിതം എൻ്റെ കർത്താവേ ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വാഗ്ദാനം. എന്താണ് വാഗ്ദാനം? യഹോവേ, അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവപുരുഷനായ മോശ പ്രാർത്ഥിക്കുകയാണ്, ലേവിയെക്കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ശപിക്കപ്പെട്ടവന് വേണ്ടി ഇപ്പോൾ ഇതാ മോശ പ്രാർത്ഥിക്കുന്നു. യഹോവേ, അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. സ്തോത്രം. അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. ദൈവം പ്രസാദിച്ചില്ലെന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രസാദിച്ചില്ലെന്ന് മാത്രമല്ല, ദൈവം ശപിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ ശാപത്തിൻ്റെ സ്ഥാനത്ത് ദൈവം പ്രസാദിക്കാൻ അപേക്ഷിക്കുന്നു. ദൈവം പ്രസാദിക്കണമേ എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, എന്തൊരു ഭാഗ്യമാണിത്. വീണ്ടും ഒന്നുകൂടി പറയുന്നു, അവൻ്റെ ശത്രുക്കളെല്ലാം തകർത്ത് കളയണമേ എന്ന്. ശത്രുക്കളായി വരുന്നവരെയെല്ലാം തകർത്ത് കളയണമേ. ജീവനുള്ള ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന ഈ ലേവിക്കെതിരായി ഉയരുന്നതായ എല്ലാ ശത്രുത്വങ്ങളെയും തകർത്ത് കളയണമേ, ഉടച്ചു കളയണമേ എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. ആ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 11-ാം വാക്യം. യഹോവേ, അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവൻ്റെ എതിരുകളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. എതിരാളികൾ എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. ശത്രു ഇനി ഒരിക്കലും തലവെക്കാതെ വണ്ണം അവരെ തകർത്ത് കളയണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നിങ്ങൾ നയിക്കുമെന്നുള്ള വാഗ്ദത്തം കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. ഇത് നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം. കർത്താവേ, എന്നെക്കുറിച്ച് വൻ കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നുവല്ലോ, എന്നെക്കുറിച്ച് വലിയ ആശ നീ വെച്ചിരിക്കുന്നുവല്ലോ. കർത്താവേ, എന്നെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈ ലേവിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ അനുഗ്രഹം കിട്ടിയത്? ലേവിക്ക്, എന്നാൽ ശിമയോൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ലേവിക്ക് ഈ അനുഗ്രഹം കിട്ടിയത് എന്താണ്? ശിമയോൻ ലേവി ഒരുപോലെ ശപിക്കപ്പെട്ടു, പക്ഷേ ശിമയോൻ ഒഴിവാക്കി ലേവിയെ മാത്രം അനുഗ്രഹിക്കുന്നു. അതെന്താണത്? അതിനൊക്കെ കാരണമുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ കാണാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 25 മുതൽ 29 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ലേവിയുടെ ജീവിതത്തിൽ ശാപം മാറാനിടയായ ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. വായിക്കാം. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹറോൻ അവരെ അഴിച്ചു വിട്ടുകളകിയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശെ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്ന് കൂടി. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ പ്രതിസന്ധി ഇസ്രായേൽ പാളയത്തിൽ വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. എന്താണത്? മോശയെ ദൈവം വിളിച്ചു സീനായി മലയുടെ മുകളിലേക്ക്. മോശയെ ദൈവം വിളിച്ചു. മോശ ഏകനായി ദൈവസന്നിധിയിലേക്ക് മലമുകളിലേക്ക് കയറിപ്പോയി. ജനം നോക്കുമ്പോൾ പർവ്വതം കാളിക്കത്തുകയാണ്. സീനായി മലയുടെ മുകൾ മുഴുവനും പുകയുകയാണ്, പുക കൊണ്ട് നിറയുകയാണ്, ഒന്നും കാണാൻ വയ്യ. അയ്യോ, നമ്മുടെ മോശയ്ക്ക് എന്ത് പറ്റി? അവിടെ ഇങ്ങനെ ആളിപ്പടരും തീയ്, പിന്നെ പുക, ജനം അമ്പരപ്പിലായി. മോശ പറഞ്ഞിരുന്നു, നിങ്ങളിൽ ഒരു മൃഗം പോലും ഈ പർവ്വതത്തെ തൊടരുത്. പർവ്വതത്തിൽ യഹോവയായ ദൈവം എഴുന്നള്ളി വരികയാണ്. നിത്യനായ ദൈവം സീനായി മലമേൽ ഇറങ്ങി വരുമ്പോൾ ഒരു മൃഗവും മേഞ്ഞു നടക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ഏതെങ്കിലും മൃഗം പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിന് ജീവനോട് വച്ചേക്കാൻ പാടില്ല. കാരണം ദൈവം ഇറങ്ങിയിരിക്കുകയാണ്. സ്തുതികളിൽ ഭയങ്കരനായി വിളങ്ങുന്ന ദൈവം, അഗ്നിമയന്മാർ വിറയലോടെ ആരാധിക്കുന്ന ദൈവം, ക്രോബകൾ ഭയത്തോടെ ആരാധിക്കുന്ന ദൈവം, 6 ചെറുള്ള സോഫയന്മാർ 2 ചെറുകൊണ്ട് മുഖം മൂടി, 2 ചെറുകൊണ്ട് കാല് മൂടി, 2 ചെറുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന്
ആർത്താഘോഷിക്കുന്ന തേജോമയനായ ദൈവം എഴുന്നള്ളി വരികയാണ് പർവ്വതത്തിന്മേൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭയത്തോടെ നിങ്ങളെ തന്നെ വേർതിരിപ്പീൻ, നിങ്ങൾ പ്രാർത്ഥനയോടിരിപ്പീൻ. നിങ്ങളാരും മാറിപ്പോകരുത്, ആരും തങ്ങളുടെ വഴികളിലേക്ക് തിരിയരുത്, തങ്ങളുടെ മാർഗങ്ങളിലേക്ക് പോകരുത്, സ്വന്തം ജീവിത അഭിലാഷങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾ ഭയത്തോടും ഇറയിലോടും കൂടെ പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ ഇരിപ്പീൻ. മോശ അത് പറഞ്ഞിട്ടാണ് പർവ്വതത്തിലേക്ക് കയറിപ്പോയത്. ഞാൻ ദൈവസന്നിധിയിലേക്ക് കയറി പോവുകയാണ്. ദൈവത്തിന് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് തരാനുള്ള ചില പ്രമാണങ്ങൾ ദൈവം എന്നെ ഫലമേൽപ്പിക്കാൻ വെച്ചിരിക്കുന്ന സമയമാണ്. ദൈവം തന്നെ പ്രമാണങ്ങൾ എന്നെ ഏൽപ്പിക്കും. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഞാൻ പോവുകയാണ്. മോശ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. മോശ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ നിത്യനായ ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. മോശ ദൈവസന്നിധിയിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. മോശയെ കാണുന്നില്ല. ജനം അമ്പരപ്പിലായി. നമ്മെ വഴി നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് തെറ്റുപറ്റി. അവർ വിചാരിച്ചത് മോശയാണ് വഴി നടത്തിക്കൊണ്ട് വന്നതെന്നാണ്. ജനം മോശയെ മാത്രമേ കണ്ടുള്ളൂ. അവരെ വഴി നടത്തിക്കൊണ്ട് വന്നത് മോശയല്ല. അവരെ മിസ്രൈമിലെ ഫറവോൻ്റെ അടുപ്പത്തിൽ നിന്ന് വിടുവിച്ചത് മോശയല്ല. അവരെ ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്നത് മോശയല്ല. അവരെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവന്നത് മോശയല്ല. അവർക്ക് മാറയിലെ കൈപ്പുള്ളത്തെ മധുരമാക്കി കൊടുത്തത് മോശയല്ല. അവർക്ക് ഏലിമിലെ ഈന്തപ്പനകളുടെ ചുവട്ടിലെ തണൽ കൊടുത്തത് മോശയല്ല. അവരെ മേഘസ്തംഭം കൊണ്ടും അഗ്നിസ്തംഭം കൊണ്ടും നടത്തിയത് മോശയല്ല. അവർക്ക് വിശന്നപ്പോൾ മന്നയും കാടപ്പക്ഷിയും കൊടുത്തത് മോശയല്ല. മോശ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിരുന്നു. ദൈവത്തിൻ്റെ കയ്യിലെ കേവലൊരു ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങുന്നൊരു പാത്രമായിരുന്നു. ആ മോശ എന്ന ആ ഒരു പാത്രത്തിൽ കൂടി ദൈവം ജനത്തിന്മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. ജനം മോശയെ മാത്രമേ കണ്ടുള്ളൂ, ജീവനുള്ള ദൈവത്തെ കണ്ടില്ല. വായിക്കാം 24 വാക്യം മുതൽ. ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. പകരം പറയുകയാണ്, പൊന്നുള്ളവർ അത് പറിച്ചെടുത്ത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാൻ അത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. കാളക്കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹറോൻ അവരെ അഴിച്ചു വിട്ട് കളകിയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. ജനം കെട്ടഴിഞ്ഞു പോയി. അഹരോൻ അവരെ അഴിച്ചു വിട്ടു. ജനം കെട്ടഴിഞ്ഞു പോയി. നിയന്ത്രണം വിട്ടുപോയി. അവരുടെ കടിഞ്ഞാൺ വിട്ടുപോയി. ജനം കെട്ടഴിഞ്ഞവരായി കണ്ടപ്പോൾ മോശെ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. പാളയത്തിലുള്ള എല്ലാ ജനങ്ങളും കൂടി നിൽക്കുമ്പോൾ മോശ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവപക്ഷത്ത് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവരിങ്ങോട്ട് വരട്ടെ എന്ന് മോശ വിളിച്ചു പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. ശാപഗ്രസ്തനായ ലേവിയും ശാപഗ്രസ്തനായ ശിമിയോനും അതുപോലെ ഗോത്രങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ലേവി മാത്രം മുന്നോട്ട് വന്നു. ദൈവപക്ഷത്ത് വരാൻ ഒരാൾ മാത്രം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ, ഒരു പീഡ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവപക്ഷത്ത് നിൽക്കുന്നവരാരുണ്ട്? അവർക്ക് ശാപം മാറും, അവർക്ക് അനുഗ്രഹം കിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ദൈവപക്ഷത്ത് നിൽക്കുന്നത് അത് പ്രയാസമായിരിക്കുന്ന സമയത്ത് അനേകരും ദൈവപക്ഷത്ത് വരാതെ മാറി മടിച്ചു നിൽക്കുമ്പോൾ, അപ്പോൾ ധൈര്യത്തോടെ ഞാനുണ്ട് ദൈവപക്ഷത്ത് എന്ന് പറഞ്ഞ് ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാൻ ലേവി തയ്യാറായതുകൊണ്ട് ലേവിയുടെ മേലുള്ളതായ ശാപം മാറി. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ പറഞ്ഞു. എന്നാറേ ലേവിയർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അടുത്ത വാക്യം. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കിടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. സഹോദരങ്ങളെ, ദൈവത്തിന് സ്തോത്രം. ശാപം മാറണമോ? ദൈവപക്ഷത്തേക്ക് വരിക. ഇന്ന് അനേകർ ശത്രുപക്ഷത്താണ്. അനേകരിന്ന് പിശാചിൻ്റെ പക്ഷത്താണ്. അനേകരിന്ന് പൈശാചികൻ്റെ പക്ഷത്താണ്. നിങ്ങൾക്ക് ശാപം മാറി അനുഗ്രഹം വേണമെങ്കിൽ ദൈവപക്ഷത്തേക്ക് വരിക. ദൈവത്തോടും ദൈവജനത്തോടും കൂട്ടുകൂടുക. ദൈവത്തോടും ദൈവജനത്തോടും ചേരുക. ആക്ഷേപമുണ്ടാകും, പരിഹാസമുണ്ടാകും, ഒറ്റപ്പെടും, പ്രതിസന്ധികളുണ്ടാകും. ഭയപ്പെടേണ്ട. ദൈവപക്ഷത്തേക്ക് വരിക. ദൈവപക്ഷത്തേക്ക് വന്ന് ദൈവജനത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാൻ നിങ്ങളിന്ന് തീരുമാനിക്കുക. കർത്താവേ, ഇത്രയും കാലം നാഥ ഞാൻ നിന്നെ ക്രൂശിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇപ്പോൾ ക്രൂശിൻ്റെ സാക്ഷിയാകാൻ
കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു, കുരിശ് ചുമക്കാൻ ഞാനിതാ വരുന്നു, കുരിശിൽ മരിച്ച രക്ഷക നിൻ്റെ പിന്നാലെ വരുവാൻ ഞാനിതാ വരുന്നു. നിന്ന ഞാൻ വഹിക്കും, ലജ്ജ ഞാൻ ഏൽക്കും, ആക്ഷേപം ഞാൻ സഹിച്ചുകൊള്ളാം, പരിഹാസം ഞാൻ ഏറ്റുകൊള്ളാം. എല്ലാവരും എന്നെ കളിയാക്കുകയും എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഒരാൾ യേശുവെ നിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കും, നിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കും. കുറേക്കാരനായ ശീമോനെ പോലെ നിൻ്റെ കുരിശിൻ്റെ താങ്ങിക്കൊണ്ട് ഞാൻ നിൽക്കും, നിൻ്റെ കുരിശിൻ്റെ അറ്റം താങ്ങിക്കൊണ്ട് ഞാൻ നിൽക്കും. കർത്താവേ, എന്നോട് മനസ്സിലിയണമേ, എൻ്റെ മേൽ നിൻ്റെ കാര്യം വയ്ക്കണമേ, എൻ്റെ പാപക്കറകൾ ക്ഷമിക്കണമേ, പാപക്കറകൾ മായ്ച്ചു കളയണമേ, എൻ്റെ മേലുള്ള ശാപങ്ങൾ മാറ്റണമേ, എന്നെ നിൻ്റെ മകനും മകളുമായി നിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. തിരുരക്തം നിങ്ങളെ കഴുകട്ടെ, തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ, തിരുരക്തത്താൽ നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ, തിരുരക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, തിരുരക്തത്താൽ ശാപങ്ങൾ മാറിപ്പോകട്ടെ, തിരുരക്തത്താൽ അനുഗ്രഹം നിറപടിയായി നിങ്ങളുടെ മേൽ പകരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ വചനം കേട്ട ഈ നിൻ്റെ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, നിൻ്റെ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ മക്കളുടെ ശാപം മാറ്റണമേ, ശാപം മൂലം വന്ന് രോഗങ്ങൾ മാറ്റണമേ, ശാപം മൂലം വന്ന് അനർത്ഥങ്ങളെയും കെടുതികളെയും കഷ്ടനഷ്ടങ്ങളെയും മാറ്റണമേ. എല്ലാവരെയും തൃക്കരം നീട്ടി ആശീർവദിക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.